കാരണമറിയാത്ത ഒരുപാട് ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാം പ്രണയ നൈരാശ്യമോ കുടുംബ പ്രശ്നങ്ങളോ അല്ല. വീട്ടുകാർക്ക് പോലും പലപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് ആ ആത്മഹത്യ സംഭവിച്ചതെന്ന്. എന്നാൽ പോലീസ് അന്വേഷണങ്ങളിൽ ഇത് ചെന്നെത്തുന്നത് മൊബൈൽ ഫോണിലേക്കാണ്. മൊബൈൽ ഫോണുകൾ എങ്ങനെയാണ് ഓരോ വ്യക്തിയുടെയും ജീവൻ എടുക്കുന്നത്? ഇന്നത്തെ കാലത്ത് സാമ്പത്തികം വളരെ അത്യാവശ്യം തന്നെയാണ്. ചിലവുകൾ വളരെ കൂടുതലാണ്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ശമ്പളം പലതിനും തികയാതെ വരുമ്പോൾ നമ്മൾ ലോണിൻ്റെ പുറകെ പോകും. സിബിൽ സ്കോർ കാരണം പ്രധാന ബാങ്കുകളൊക്കെ തന്നെയും നമ്മുടെ ലോൺ റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സഹായഹസ്തവുമായി എപ്പോഴും വരുന്നത് നമ്മുടെ വാട്സാപ്പ് ബാങ്കുകളോ അതല്ലെങ്കിൽ ഫേസ്ബുക്ക് ബാങ്കുകളോ ആയിരിക്കും. യാതൊരു തരത്തിലുള്ള രജിസ്ട്രേഷനോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത ഇത്തരം ബാങ്കുകൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ലോൺ പ്രോസസ്സ് ചെയ്ത് തരികയാണ്. RBIയുടെയോ ഗവൺമെൻറ്റിൻ്റെയോ യാതൊരു രജിസ്ട്രേഷനും ഇല്ലാത്ത ഇത്തരം സ്ഥാപനങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്നത് 5000 മുതൽ ലക്ഷം രൂപ വരെയാണ്. നമ്മൾ ഇതിലൊക്കെ ചെന്ന് ചാടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവർ എന്തിനാണ് ഇത്രയും പൈസ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കി തരുന്നത്? അതുകൊണ്ട് അവർക്ക് എന്താണ് നേട്ടം? 1 ലക്ഷം രൂപ ഒരാൾക്ക് വേണ്ടി ഓഫർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് വെറും 50,000 രൂപയ്ക്ക് താഴെയാണ്. നമ്മൾ എന്നാൽ അടച്ചു തീർക്കുന്നത് എത്രയാണ്? 1 ലക്ഷം രൂപ നമ്മൾ ലോണായിട്ടെടുത്തു, അതിനുശേഷം അതിൻ്റെ പലിശയും കൂടെ ചേർത്തിട്ട് 1.5 ലക്ഷം രൂപയായിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ 50,000 രൂപയ്ക്ക് പലപ്പോഴും അടച്ചു തീർക്കുന്നത്. ചില ആളുകൾ വിചാരിക്കുന്നത് ഈ പൈസ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ആ ഒരു താല്പര്യത്തോടെ പെട്ടെന്ന് ലോൺ എടുക്കും. എന്നാൽ ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ലോൺ ആപ്പുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പാനും ആധാർ കാർഡും വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഫോണിലെ കോണ്ടാക്ട്സ് അവരുടെ സ്പൈ വെയർ ഉപയോഗിച്ച് അവരെടുക്കുന്നുണ്ട്. ഗാലറിയിലെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മുടെ SMS വരുന്ന ഡീറ്റെയിൽസ് അവർ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ റിസൾട്ട്? 7 മുതൽ 10 ദിവസം വരെ, അതല്ലെങ്കിൽ ഒരാഴ്ച മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ ലോൺ അടച്ചു തീർക്കാമെന്നാണ് നമ്മൾ അവർക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഇത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യുന്നത് നമ്മുടെ കോൺടാക്റ്റുകളിലേക്ക് നമ്മളെടുത്ത ലോണിൻ്റെ ഡീറ്റെയിൽ അയച്ചു കൊടുക്കുകയും ഈ വ്യക്തി കമ്പനിയെ പറ്റിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും മെസ്സേജ് അയക്കുന്നത്. ഇത്തരം മെസ്സേജ് കണ്ടിട്ടും അവർ പറയുന്ന എമൗണ്ട് നമ്മൾ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് അവരെടുത്ത ഫോട്ടോ മോർഫ് ചെയ്ത് നമ്മുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും അവരെത്തിക്കുന്നുണ്ട്. ഇതിൽ മാനഭയം വലിയൊരു പ്രശ്നമായി മാറുകയും പല ആളുകളും ഡിപ്രഷനിലേക്കും സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെയും തീരുന്നില്ല. ഈ ലോൺ എമൗണ്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് അവർ ചെയ്യുന്നത് ഈ ലോൺ അടയ്ക്കാനായിട്ട് ഇതേപോലത്തെ മറ്റൊരു ആപ്പിലേക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അടുത്ത ലോൺ ട്രാപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കഴിയുന്നില്ല. ഈ ലോൺ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ഫേക്ക് ലീഗൽ നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്തുക, അതുപോലെ തന്നെ ആ പ്രദേശത്തെ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട ആളുകളെ കൊണ്ട് വീട്ടിൽ കയറി ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അപമാനം, സാമ്പത്തിക പ്രശ്നം, ജീവന ഭീഷണി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നേരിടുന്നു. ഇതിൽ നിന്ന് ഒഴിവാകാനായിട്ട് ആ വ്യക്തി മറ്റ് ഫേക്ക് ആപ്പുകളിലേക്ക് വീണ്ടും പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോ ആദ്യം ലോൺ എടുത്തവർ തന്നെയാണ് ഇതേ ആപ്പുകളെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റിസൾട്ട് എന്താണ്? രണ്ടാമത്തെ ആപ്പിൽ ഇതിലും മോശമായ സാഹചര്യമാണ്. ഇതേ പ്രശ്നം തന്നെ ആവർത്തിക്കപ്പെടുകയും ആ വ്യക്തി കടുത്ത മാനസിക സംഘർഷത്തിൽ പോയി അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് ഒരു ആത്മഹത്യയിലായിരിക്കും. ഈ ലോൺ ആപ്പ് കെണിയിൽ നമ്മൾ എങ്ങനെ വീഴാതിരിക്കാം? ഇവിടെ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, ഒരു രജിസ്ട്രേഡ് ധനകാര്യ സ്ഥാപനം നിങ്ങൾക്ക് ലോണ് ഓഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടവ് സമയമെന്ന് പറയുന്നത് മിനിമം 3 മാസമെങ്കിലും ഉണ്ടായിരിക്കും. സോ 3 മാസത്തിന് താഴെ തിരിച്ചടവ് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കൊരു ലോണ് ഒരു സ്ഥാപനം ഓഫർ ചെയ്യുകയും അതിൻ്റെ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വലിയൊരു എമൗണ്ട് തിരിച്ചു പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു ലോൺ ട്രാപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥാപനം നിങ്ങൾക്ക് ലോൺ ഓഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് RBIയുടെ NBFC ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ അവർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ അവരൊരു രജിസ്ട്രേഡ് ധനകാര്യ സ്ഥാപനം അല്ല. ഇനി നിങ്ങൾ അബദ്ധത്തിനെങ്ങാനും ഈ ലോൺ ട്രാപ്പിൽ വീണു എന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോണിനകത്ത് ആപ്പ് സെറ്റിങ്സിൽ കയറി അതിൻ്റെ പെർമിഷൻസ് ക്യാൻസൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ ആപ്പ് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സൈബർ സെല്ലിൽ ഒരു പരാതിയും രജിസ്റ്റർ ചെയ്യുക. ഇതിനൊപ്പം 1930ൽ കൂടെ പരാതി രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ഇത് സഹായമാകും.